നീരോ ചായ. കടന്ന് അലറണ്ടതാ വരുന്നു. വിച്ചു, വിച്ചു എണീക്ക്. വിച്ചു മിയ 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 എണീക്ക് എണീക്ക് എണീക്ക്. സ്കൂളിൽ പോണ്ടേ സമയമായി. എണീക്ക് എണീക്ക് വേഗം എണീക്ക്. മിയ എണീക്ക് എണീക്ക്. ദാ വിച്ചു എണീറ്റേ, വേഗം എണീക്ക്. ബാ ബാ ബാ. വിച്ചു, സ്കൂൾ ബസ് വരാൻ സമയല്ലേ, വേഗം പോയി ബസ് കയറാൻ നോക്ക്. മൊത്തം വെള്ളാക്കിട്ടു. എനിക്ക് ഇരട്ടി പണി ഉണ്ടാക്കാൻ വേണ്ടിട്ട്. ചേച്ചി ഓടിക്കോ. എത്ര നേരം ഇവിടെ നോക്കിയിരിക്കുന്നു. ഇനി എങ്ങനെയാണ് ഓഫീസിൽ എത്താനാ? 10 മിനിറ്റ് കൊണ്ട് അവിടെ എത്തുകയും വേണം. അല്ല ഇറങ്ങുന്നില്ലേ? പപ്പ മമ്മി എവിടെ? ഇവിടെ വേണ്ട, നമുക്ക് അപ്പുറത്ത് നോക്കാം. വാടി അപ്പുറത്ത് പോവാം. ഹായ്, ഏത് മോഡലാണ് നോക്കാം? ഒരു ചോപ്പ് സാരി. അത് ഏത് ഗ്രീൻ ആണോ? അതല്ല അപ്പുറത്തെ. അതന്നെ ഇതാ. അതന്നെ നോക്കടി, അത് കൊള്ളാം. ഒരാളുടെ കുറവുണ്ടല്ലോ.
സാലറി വാങ്ങാൻ വരുമ്പോഴൊന്നും ഈ തളർച്ചൊന്നും കാണുന്നില്ലല്ലോ. ഇല്ലല്ലോ, പക്ഷേ ഫസ്റ്റ് സോങ് ഒരു രക്ഷയില്ല. പടം കുഴപ്പമില്ലായിരുന്നു അല്ലേ? നല്ലതായിരുന്നു. ടൈം എത്രയായിട്ട് നോക്കി നോക്ക്. സമയം പോയി തോന്നുന്നു. ഞാൻ വണ്ടി എടുത്തിട്ട് വരാം. ആ വണ്ടി എടുത്തിട്ട് ഞാൻ അവിടെ വെക്കാം. ഹലോ, ഒറ്റയ്ക്കാക്കിട്ട് പോവാണോ? ഒറ്റക്കായോ? വാട്സപ്പിലാണല്ലേ? ഓ അല്ല, എന്താ ഒരു ചുറ്റിക്കളിയോടെ? സിനിമാ തിയേറ്റർ അല്ലേ? സിനിമ കാണാൻ വന്നതാ. തന്നെ ഈ സമയത്ര നല്ല സമയമൊന്നും അല്ലാട്ടാ. ഈ സമയത്തിന് എന്താ കുഴപ്പം? നല്ല സമയല്ലേ? അളിയാ, ഒരു സെൽഫി എടുത്താലോ? നീ എടുക്കളിയാ? എടുക്ക്. അങ്ങോട്ട് നോക്ക്, അവിടേക്ക് അവിടേക്ക് അങ്ങോട്ട് നോക്ക്. നോക്കട്ടെ എങ്ങനെയുണ്ട് മോനെ പൊളിച്ച്. കമ്പനി വന്നല്ല. നമുക്ക് പോവാം. ചേച്ചിയാണോ? അല്ല നീനു, നിനക്കെന്നെ പറ്റിയേ? അല്ല എന്താ പറ്റിയേ? നീ എന്താ ഇവിടെ ഇരിക്കണേ? എനിക്ക് കുറച്ച് സംസാരിക്കാനുണ്ട്. എന്താ പറ. എനിക്ക് വയ്യ, എന്നെ കൊണ്ട് പറ്റണില്ല. ഏട്ടനറിയില്ലേ, നമ്മൾ രണ്ടും രാവിലെ ഒരുമിച്ചല്ല ഓഫീസിൽ പോണേ. ഞാൻ 5 മണിക്ക് എണീക്കുന്നുണ്ട്. ഏട്ടനെപ്പോഴേ എണീക്കണേ? ഓഫീസിൽ എനിക്ക് ഒത്തിരി സ്ട്രെസ് ഉണ്ട്. നമ്മുടെ കുട്ടികളുടെ കാര്യമെങ്കിലും. അല്ല നീനു, എല്ലാ വീട്ടിലും ഇങ്ങനെയൊക്കെ തന്നെയല്ലേ? എല്ലാ വീട്ടിലും പെൺകുട്ടികളെ മിണ്ടാതിരിക്കുന്നത് കൊണ്ടാണ് നിങ്ങളെപ്പോലെയുള്ള ആണുങ്ങൾക്ക് രാവിലെ കാറ് കഴുകലും കാപ്പി കുടിക്കലും മാത്രം ഒരു ജോലിയായിട്ട് മാറുന്നേ. ഞാൻ എൻ്റെ കടമയിൽ നിന്നൊന്നും ഒഴിഞ്ഞു മാറുന്നതല്ല. ഇതൊന്നും ഒരു ഭാരമായിട്ട് പറയുകയല്ല. എല്ലാം കൂടി എനിക്ക് പറ്റണില്ല. രാവിലെ ചെറിയ ചെറിയ കാര്യങ്ങളിലെങ്കിലും എന്നെ ഒന്ന് സഹായിച്ചാൽ അതെനിക്കൊരു വലിയ ഉപകാരമായിരിക്കും. എടാ വിട്ടുകളാ, ഞാൻ ചായ എടുത്തിട്ട് വരാം. സർ, രാവിലെ ഞാൻ വിളിച്ച ലീവ് ചോദിച്ചതല്ലേ? 1 മാസം 30 ദിവസമുണ്ട്. അതില് 1-2 ദിവസമല്ലേ ഞങ്ങൾ തളർന്നു പോകുന്നുള്ളൂ. രാത്രിക്ക് വന്നാൽ മാത്രമേ മക്കൾക്ക് പടം കാണാൻ പറ്റുള്ളൂ അല്ലേ? ഈ ചോദ്യം അവരോട് ചോദിച്ചായിരുന്നോ? അല്ല, ഹ്യൂമനിസം. ചേട്ടാ, രാത്രിയും പകലും എന്ന വ്യത്യാസം പോലെ ആണും പെണ്ണെന്നുള്ള വ്യത്യാസം ഇപ്പോഴും ഉണ്ടോ? അതെ, മഞ്ഞതീം കൊള്ളാൻ നിക്കണ്ട. വീട്ടിൽ പോകാൻ നോക്കിക്കോ. വിട്ടോ വിട്ടോ, നമുക്ക് പോവാം. നൈസായിട്ട് സ്കൂട്ടായേക്കാം.